ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പൊതു റാലിയിൽ കേന്ദ്ര സർക്കുലർ കീറിയെറിഞ്ഞാണ് മമത തന്റെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിലവിലുള്ള തർക്കങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. കുച്ച് ബിഹാറിൽ നടന്ന TMC റാലിയിലായിരുന്നു ഈ നാടകീയ സംഭവം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ മാനദണ്ഡങ്ങൾ വിശദീകരിക്കുന്ന കേന്ദ്ര സർക്കാർ സർക്കുലർ കയ്യിലെടുത്ത ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് മമതാ ബാനർജി അത് കീറിയെറിയുകയായിരുന്നു. കേന്ദ്രത്തിന്റെ ഈ പുതിയ മാനദണ്ഡങ്ങൾ തികച്ചും അപമാനകരമാണെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അനാവശ്യമായ ഭാരം അടിച്ചേൽപ്പിക്കാനും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കാനുമാണ് ഈ നീക്കമെന്നും അവർ ആരോപിച്ചു. ദില്ലിയുടെ ഔദാര്യം തേടിക്കൊണ്ട് ബംഗാൾ ഇനി മുന്നോട്ട് പോകില്ലെന്ന് മമത പ്രഖ്യാപിച്ചു. MGNREGA പദ്ധതി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തുടർന്ന് കൊണ്ടുപോകുമെന്നും അവർ റാലിയിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾക്ക് ബംഗാൾ വഴങ്ങില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കമായാണ് മമത ഈ വിഷയത്തെ കാണുന്നത്. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് ഫണ്ട് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. പുതിയ മാനദണ്ഡങ്ങളിലെ ചില നിർദ്ദേശങ്ങൾ തികച്ചും അസംബന്ധമാണെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. ഉദാഹരണത്തിന് ത്രൈമാസ ലേബർ ബജറ്റ്, തൊഴിലാളികൾക്ക് നിർബന്ധിത പരിശീലനം തുടങ്ങിയ വ്യവസ്ഥകൾ പ്രായോഗികമല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്ന പ്രായോഗിക പ്രശ്നമാണ് മമതാ ബാനർജി പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. എവിടെയാണ് സമയം? ഇത് ഡിസംബർ ആണ്. അടുത്ത വർഷം ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, അവർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു പുതിയ നിർദ്ദേശം കൊണ്ടുവന്ന് പരിശീലനം നൽകണമെന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ സമയക്രമത്തെ തന്നെ തകിടം മറിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. എപ്പോൾ പരിശീലനം നൽകും, എപ്പോൾ ജോലി നൽകും? ഞങ്ങൾക്ക് നിങ്ങളുടെ ദയ വേണ്ട. ഇത് അവഹേളിക്കലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ആനടിച്ചുകൊണ്ട് മമത പറഞ്ഞു. ബംഗാൾ ഒരിക്കലും തല കുനിച്ചിട്ടില്ല, ഇനി ഒരിക്കലും തല കുനിക്കുകയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മമത ബംഗാൾ ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിക്കാട്ടി. കേന്ദ്രത്തിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന ഉറച്ച സന്ദേശമാണ് അവർ നൽകിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലവിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം ഫണ്ട് പുനരാരംഭിച്ചെങ്കിലും ബംഗാളിന് 51,627 കോടി രൂപയുടെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് മമതാ ബാനർജി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തുക കേന്ദ്രം തടഞ്ഞു വെച്ചതിനെതിരെ മമതയും TMCയും നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഫണ്ട് തടഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുമെന്നും അവർ ആരോപിച്ചു. കുച്ച് ബിഹാറിലെ പൊതുയോഗത്തിൽ മമത നൽകിയ ശക്തമായ സന്ദേശം കേന്ദ്ര സർക്കാരുമായി മറ്റൊരു ഏറ്റുമുട്ടലിന് സംസ്ഥാനം തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി മമതാ ബാനർജി മാറ്റിയിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത കർശനമായ മാനദണ്ഡങ്ങൾ ബംഗാളിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മമതയുടെ പക്ഷം. ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു. സർക്കുലർ കീറിയെറിഞ്ഞ മമതയുടെ നടപടി ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം ചൂട് പിടിച്ചതാണെന്ന് വ്യക്തമാക്കുന്നു. ഇത് TMC പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകാനും സാധ്യതയുണ്ട്. അതേസമയം പുതിയ മാനദണ്ഡങ്ങൾ പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ചില കർശനമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതെന്നും ഇത് രാഷ്ട്രീയപരമായ തീരുമാനമല്ലെന്നും BJP നേതാക്കൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. മമതയുടെ പ്രതിഷേധം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിലുറപ്പ് മാനദണ്ഡങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച ഈ തർക്കം വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗാളിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്.